ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 7 o'clock ആയപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ റൊട്ടീനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പം അതുമാത്രമല്ല, ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ നിങ്ങൾ ഈ തമ്പെയിൻ കണ്ട പോലെ തന്നെ ഒരു ക്ലീനിങ് തന്നെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് തന്നെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കിയിട്ട് ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കണം. അപ്പം രാവിലെ ക്ലീൻ ചെയ്തിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ കൂടെ തന്നെ ഇച്ചുക്കുട്ടനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ദോശയും ചമ്മന്തിയുമായിരുന്നു രാവിലെ കഴിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഇടും. എനിക്കിങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ നിരന്ന് കിടക്കുന്ന അങ്ങനെ വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വേഗം ക്ലീൻ ചെയ്യും. അപ്പം മമ്മിയാണെങ്കിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് അവൻ വഴക്കുണ്ടാക്കുന്നതിന് മുമ്പേ ഇതെല്ലാം വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ രാവിലെ ഞാൻ അടുപ്പത്ത് കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ഊറ്റിയിട്ട് വേണം നമുക്ക് വേറെ പരിപാടികളൊക്കെ താഴോട്ട് പോയി എല്ലാം ക്ലീൻ ചെയ്യാനും. എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നല്ല മഴയായിരുന്നു. ആ മഴയ സമയത്ത് വൈകിട്ട് പോയിട്ട് രാവിലെ ആയാലും പോയി ഒന്ന് പോച്ചയൊക്കെ പറിക്കാനും ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ രാവിലെ നോക്കിയപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ആരും മറക്കരുത്. പറഞ്ഞാൽ മാത്രമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം. ഓരോ വീഡിയോ ഇത് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ക്ലീനിങ് വ്ളോഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് തന്നെ. അപ്പം വീഡിയോ ഒരു 2-3 ദിവസമായി എടുത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണമൊക്കെ ആയിട്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ശരിക്കും ഞാനിതൊരു ഫ്രൈഡേയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ കഞ്ഞിയൊക്കെ വെന്തു. അപ്പം നമുക്കിത് കഞ്ഞി ഊറ്റണം. അപ്പം ഞാൻ എന്നെ ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാതായിരുന്നു ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പ എന്നോട് വന്ന് ചോദിച്ചായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്തില്ലേ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെയൊന്നും ആരും എൻ്റെ അടുത്തോട്ട് അങ്ങനെ ആരും വരത്തില്ല. വീഡിയോ എടുക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവരൊന്നും അങ്ങനെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ വീഡിയോയിൽ, അവർക്കൊന്നും ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് വലിയ താല്പര്യം പ്രോത്സാഹനമുണ്ട് നല്ലപോലെ അതൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എന്നാൽ ഡ്രസ്സൊക്കെ രാവിലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ തലേദിവസം ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മടക്കി സെപ്പറേറ്റ് ആക്കി വെക്കും. കാരണം വീട്ടിലിടുന്നത് അല്ലാതെ ഇടുന്നത് കുഞ്ഞിൻ്റെ പാൻറ്റ്, പിന്നെ ചെറിയ പാൻറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ സെപ്പറേറ്റ് മടക്കി ഒരു കവറിലാണ് ആക്കിയിടുന്നത്, എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിടും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആശം ഭയങ്കര കുരുത്തക്കേടാണ്. കാരണം എൻ്റെ ഒരു മരുന്നുണ്ട്, അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ ശ്രദ്ധ അവൻ്റെ അടുത്ത് പോകുന്നുണ്ട്, കാരണം അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാനോർത്തു ഈ ഡ്രസ്സെല്ലാം മടക്കി ഒരു നീറ്റാക്കി വെക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്ക് ലാസ്റ്റ് അവിടെ അങ്ങ് കിടന്നു ആശാന്.
അല്ലാതെ കുഴപ്പമില്ല, നമ്മുടെ കൂടെ തന്നെ ഇരിക്കും എപ്പോഴും. എൻ്റെ അടുത്തു നിന്ന് അവനങ്ങനെ മാറി നിൽക്കത്തില്ല. ചേട്ടൻ വന്നാൽ ചേട്ടൻ്റെ അടുത്തുണ്ടാവും. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഒരു 10-15 മിനിറ്റ് അവരുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. ഇപ്പം ഞാനുള്ളത് കൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ പുറകിൽ ഇങ്ങനെ നടക്കും ഓരോ കാര്യത്തിന് വേണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ച് നേരമൊക്കെ മാറി നിന്നാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാനൊന്ന് പുറത്തെവിടെയെങ്കിലും ഒന്ന് പോയാൽ തന്നെ അവൻ്റെ ചിന്തയാണ് എപ്പോഴും. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി എന്താ പറയുന്നത്, ഒരു വിഷമമാണ് അവനെ കുറച്ച് മാറി നിൽക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാനെല്ലാം മടക്കി സെറ്റാക്കുമ്പോഴത്തേക്കും ഒരാൾ അവിടെ നിന്ന് എല്ലാം ഇരുന്ന് നൂത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇത് ശരിയാവില്ല എന്ന് ഓർത്തിട്ട് വേഗം മടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാൻറ്റൊക്കെ മടക്കി വെച്ചത് ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവനോട് സംസാരിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ പാൻറ്റ് മടക്കിയത് കണ്ടോ എന്നൊക്കെ ചോദിക്കുക. അവൻ്റെ ശ്രദ്ധ മാറാൻ വേണ്ടി ഞാൻ അങ്ങനെ. പക്ഷേ അവൻ ഒരു രക്ഷയില്ല. അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് എന്താ പറയണത് അതിൻ്റെ മുകളിലൊക്കെ വെക്കാറായി. അപ്പം ഞാൻ ഓർത്ത് ഈ പരിപാടി ഇവരെ വെച്ചുകൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാനതെടുത്തിട്ട് വേഗം ഞാൻ ഫാസ്റ്റായിട്ട് മടക്കി. അപ്പോഴത്തേക്ക് ആശാന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ ക്യാമറയിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. ഞാനീ പുതപ്പ് ആദ്യമേ മടക്കാത്ത കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഇങ്ങനെ പുതപ്പും മേളിലോട്ടിട്ടിരുന്ന ഓരോ കളിയാണ് ഇരുന്നിട്ട്. അപ്പോൾ അതിനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ലാസ്റ്റ് ആ പുതപ്പൊക്കെ മടക്കാമെന്ന് ഓർത്തു. അപ്പം ആശാൻ്റെ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. അപ്പം ഞാൻ ഈ പുതപ്പൊന്നും അവൻ്റെ മുമ്പിൽ കാണിക്കുകയില്ല. കാരണം പിള്ളേർക്ക് അത് മുഖത്തോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശ്വാസം മുട്ടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനങ്ങനെ കാണിക്കാറേ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള റൊട്ടീൻ എന്ന് വെച്ചാൽ അവനെ കുളിപ്പിച്ചു, സെറ്റാക്കി. അപ്പം നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ കുറച്ച് കരിയിലകളും എന്ന് വെച്ചാൽ കുറേ കുഞ്ഞു ചെടികൾ കിളിച്ച് നിൽപ്പുണ്ട്. ചെടികൾ മാത്രമല്ല, പോച്ച അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ, പുല്ലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെ പുല്ലൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഞാനത് പറിച്ച് സെറ്റാക്കണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം സംഭവിച്ചു. കാരണം എനിക്കിങ്ങനെ പഴുതാരയൊക്കെ ഭയങ്കര പേടിയാണ്. ഞാനത് തൂത്തുകൊണ്ടിരുന്ന ആ വാരികേൻ്റെ അടിയിലൊരു തേളുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാനത് ശരിക്കും പേടിച്ചു പോയി. ഞാനെന്നിട്ട് അത് പൊക്കി നോക്കുമ്പം തന്നെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ശരിക്കും തേളിനെ കണ്ട് ശരിക്കും ഞാൻ പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ നമുക്ക് വരത്തില്ലേ. പിന്നെ ഞാനാണെങ്കിൽ മേളിലോട്ട് പോയിട്ടൊരു കല്ലോ അല്ലെങ്കിൽ കമ്പോ എടുത്തിട്ട് വരാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ആ തേളിനെ കാണാനില്ല. പിന്നെ എനിക്ക് ടെൻഷൻ ഒന്നും കൂടെ കൂടി. വേഗം എങ്ങനെയും ഈ പണി കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇതായി. ആ കമ്പാണ് ഞാൻ സൈഡിലെടുത്ത് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് തൂത്ത് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കാർ ഇടുന്നത് മെയിനായിട്ട്. അപ്പം ആ സമയത്ത് പപ്പ പുറത്തോട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാനോർത്ത് അവിടെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇടാമെന്ന് ഓർത്തു. കാരണം ഇടയ്ക്കൊക്കെ ഈ മഴ പെയ്യുമ്പോൾ തന്നെ അവൻ്റെ ചള്ളയും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഞാനോർത്ത് അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുമ്പോഴത്തേക്ക് കാണാൻ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ 2 വീക്ക് 3 വീക്ക് കൂടുമ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുന്നതാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ആ ക്ലീൻ ചെയ്തൊരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, തേളുണ്ടോ താഴെ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് അതിനെ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് കാണാതെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെയാവും. അപ്പോൾ ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ തന്നെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും വന്ന് അവിടെ അഴുക്കാവാതിരിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമലുള്ള പാത്രമാണ്. അപ്പം ഈ ചെടികളൊക്കെ എനിക്ക് തോന്നുന്നു നല്ലപോലെ മമ്മി ഉണ്ടായിരുന്ന ടൈമിൽ, ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്, മമ്മി ഉള്ള ടൈമിൽ അതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. അപ്പം മമ്മിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തേത് ഞാൻ നോർമലി എന്താ പറയുന്നത്, വെള്ളം ഒഴിച്ച് കഴുകാമെന്നുള്ള പ്ലാനിലായിരുന്നു. താഴേന്ന് പൈപ്പ് എടുത്ത് അത് ഇവിടുത്തെ ടാങ്കുണ്ട്, ഈ സൈഡിൽ നിൽക്കുന്ന ഒരു ടാങ്കാണ്. ആ ടാങ്കിൽ വെള്ളം കിട്ടും, നമുക്ക് പൈപ്പിൽ ഫ്രഷ് ചെയ്യാൻ പറ്റും. പക്ഷേ അതെത്രമാത്രം ഫോഴ്സിൽ വരുവുള്ളതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഫുള്ള് ക്ലീൻ ചെയ്തു, താഴെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോച്ചയൊക്കെ പറിച്ച് സെറ്റാക്കി. അപ്പം ക്ലീനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ബൈ ഗൈസ്.